ഞാൻ ഒരു വലിയ മെൻറ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണെന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് എൻ്റെ ഈ 15 ഇയേഴ്സിൽ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു ആസ് ആൻ ഇൻഡിവിജ്വൽ നോക്കുകയാണെങ്കിൽ എനിക്ക് 1500 എംപ്ലോയീസ് എങ്കിലും ഉള്ള ഒരു കമ്പനിയായിട്ട് എൻ്റെ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ 15 ഇയേഴ്സ് IT എക്സ്പീരിയൻസ് അതിൽ വെച്ചിട്ടും ബിസിനസ്സിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻ്റ് ആവണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വലിയ മെൻറ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആണെന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് എൻ്റെ ഈ 15 ഇയേഴ്സിൽ ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു അത് ചെയ്യാതിരുന്നാൽ തന്നെ ഒരു പക്ഷേ ഇന്ന് 10% അല്ലെങ്കിൽ താഴെ സക്സസ് റേഷ്യോ ഉള്ളതിനെ എനിക്ക് കൺസൾട്ട് ചെയ്യാവുന്നവർക്ക് വേണമെങ്കിൽ ഒരു 75% എങ്കിലും ആ ലെവലിലേക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. പല സ്റ്റാർട്ടപ്പിൻ്റെ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ട്. അങ്ങനെ ചില കണക്ഷൻസ് ആ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ലൈനിലേക്ക്, ബിക്കോസ് നമ്മളുടെ നോളജ് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷമുള്ള ഒരാളാണ്. നമ്മൾ വന്ന വഴിയാണ്. അതെ. അതൊരിക്കലും ഞാൻ ഈ പറയുന്ന പോലെ മെൻറ്ററിംഗ് എന്നൊന്നും ഞാൻ അതിനെ വിളിക്കുന്നില്ല. മറിച്ച് കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞൊന്നുമല്ല, നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയറിങ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ലേണിംഗ്. നമ്മളുടെ മിസ്റ്റേക്കുകൾ ഇനി വരുന്ന സ്റ്റാർട്ടപ്പുകൾ ചെയ്യാതിരിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കണം. അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്.